ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അറിയുവാൻ സംശയമാണ്. അതാണ് എന്റെ മകന്റെ പ്രത്യേകത. താൻ കാരണം അച്ഛന്റെ കീർത്തിക്കും ജനകീയതയ്ക്കും ഭംഗം വരരുത് എന്ന് കരുതി ജീവിച്ചു വരുന്ന ഇത്തരം മക്കളാണ് ഒരച്ഛന്റെ സമ്പാദ്യമെന്ന് പറയുന്നത്. അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഭരണത്തിന്റെ ഇടനാഴികളിൽ കറങ്ങി നടന്ന് സമ്പത്തുണ്ടാക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും. എന്നാൽ എൻ്റെ കുട്ടി അങ്ങനെയല്ല. അച്ഛൻ്റെ 7 അയലത്ത് വരാതെ മാന്യമായി ജോലി ചെയ്ത് ആ ഔരസപുത്രൻ കഴിഞ്ഞുകൂടുന്നു. ഓഫീസ് വീട് എന്നത് മാത്രമാണ് അവൻ്റെ ചിന്ത. നിങ്ങൾക്കറിയാൻ വയ്യാത്ത മറ്റൊരു രഹസ്യം കൂടി ആ അച്ഛൻ മകനെപ്പറ്റി പറഞ്ഞു തരുന്നു. ഏതച്ഛനും ഏത് മകനെക്കുറിച്ച് അഭിമാനബോധം ഉണ്ടാവും. പക്ഷേ എന്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ്. ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എന്റെ മക്കള് ആരും പ്രവർത്തിച്ചിട്ടില്ല. അല്ല സഖാക്കളെ, ജോലി പിന്നെ വീട് എന്നതാണല്ലോ കാർന്നോർ സഖാവിന്റെ മകന്റെ രീതി. പഠിത്തവും ജോലിയും കളഞ്ഞ് തന്തയും തള്ളയും കണ്ണീര് കുടിക്കുന്നത് കണ്ട് ഇവർക്കൊക്കെ വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യങ്ങൾ വിളിച്ചും പൊതുമുതൽ നശിപ്പിച്ചും കേസിൽ പ്രതിയായും കണ്ടവനെ കൊന്നും ജാതിയും ഹുങ്കുമായി നടക്കുന്ന നാട്ടിലെ കമ്മികൾ കേട്ടല്ലോ ഇതൊക്കെ, അല്ലേ? ഒരച്ഛൻ എങ്ങനെയാണ് മകനെ ഓർത്ത് അഭിമാനിക്കുന്നത് എന്ന്.